താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പ് ചില ഇടവേളകളിൽ ഫേസ്ബുക്കിൽ വന്ന് ചില പോസ്റ്റുകളിടും. സമീപകാലത്ത് ആ പോസ്റ്റുകളുടെ സ്വഭാവം നമുക്കറിയാം. CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കരിവാരി തേക്കുന്ന പോസ്റ്റുകളാണ് വരാറുള്ളത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി CPM-നെയും പിണറായി വിജയനെയും ചൊറിയുക എന്നുള്ളതാണ്. ഇങ്ങനെ ചൊറിഞ്ഞ് അവസാനം ചെറിയാൻ എന്നുള്ള പേര് വീഴാൻ സാധ്യതയുണ്ട്. നാട്ടുകാരെല്ലാം പിന്നെ ചെറിയാൻ എന്ന് വിളിക്കുമായിരിക്കും. ഇപ്പം എന്താ ഏറ്റവും വലിയ പ്രശ്നം? അത് തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്ക് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അതിന് ചില കാരണങ്ങൾ പറഞ്ഞിരുന്നു. അത് കൊടുക്കാത്തത് അഴിമതി നടത്താനാണ്. CPM-ന് വിഴിഞ്ഞമൊക്കെ വന്നതുകൊണ്ട് അദാനിയുടെ ഏറ്റവും വലിയ ചങ്ങാതിയായിട്ട് പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതുപോലെ BJP-യും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ മധ്യസ്ഥൻ ഓപ്പറേറ്റർ അദാനിയാണ്, ഗൗതം അദാനിയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയാൻ്റെ FB പോസ്റ്റ്. അതിൽ 1-2 വാചകങ്ങൾ വായിക്കാം, മുഴുവൻ വായിക്കുന്നില്ല. അദാനിയെ എതിർത്ത CPM ഇപ്പോൾ അദാനിയുടെ പണശക്തിക്ക് മുന്നിൽ കീഴടങ്ങി. അദാനിയെ എതിർത്ത CPM ഇപ്പോൾ അദാനിയുടെ പണശക്തിക്ക് മുന്നിൽ കീഴടങ്ങി. അഴിമതി രഹിതനായ കടന്നപ്പള്ളി വിഘാതമാകുമോ എന്ന ഭയമാണ് വകുപ്പ് മാറ്റാൻ കാരണം. അദാനി ഇപ്പോൾ CPM-ന്റെയും BJP-യുടെയും പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ്. ഫണ്ടിങ് അത് അദാനിയാണ്. BJP-ക്കും CPM-നും. BJP-യും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ മധ്യസ്ഥൻ അദാനിയാണ്. നമുക്കൊരു കാര്യം ഓർമ്മയുണ്ടല്ല, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് തൊട്ടുമുമ്പാണ് അദാനിയുമായിട്ടുള്ള വിഴിഞ്ഞം കരാർ ഒപ്പുവെച്ചത്. കേരള സർക്കാരും അദാനിയും തമ്മിലുള്ള വിഴിഞ്ഞ കരാർ. ആ കരാറിൽ അദാനിക്ക് വളരെ അനുകൂലമായിട്ടുള്ള വ്യവസ്ഥകൾ ചേർത്തത് ആരാണ്? അത് ഉമ്മൻചാണ്ടിയല്ലേ, ഉമ്മൻചാണ്ടി സർക്കാരല്ലേ. ഈ പദ്ധതി എത്രയോ വർഷങ്ങളായിട്ട്, ഒരു 30 വർഷമായിട്ട് മുടങ്ങിയ ഒരു പദ്ധതി LDF അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി ഒഴിഞ്ഞതിനെ തുടർന്ന് ഈ പദ്ധതി മുന്നോട്ട് പോകണം. അപ്പോൾ കരാർ വീണ്ടും അഴിച്ചു പണിതാൽ പിന്നെയും വൈകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ, CPM വിഴിഞ്ഞ പദ്ധതി എതിർത്തതല്ലേ അദാനിക്ക് അത് കൊടുക്കുന്നതിന്, എന്നിട്ട് ഇപ്പം എന്താ അദാനിയെ ഇങ്ങനെ താങ്ങുന്നത്? എന്തൊക്കെ അബദ്ധജടിലമായ ബാലിശമായ കാര്യങ്ങളാണ് ചെറിയാൻ ഫിലിപ്പ് നിങ്ങൾ പറയുന്നത്? എന്താണിത്? മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ, അതിലാണ് അദാനിക്ക് ഒരു തളികയിൽ വരുമാനമാർഗം ഇങ്ങനെ കൊടുക്കുകയാണ്. 40 വർഷത്തേക്ക് കരാർ. 40 വർഷം കഴിഞ്ഞ് മാത്രമേ കേരളത്തിന് ഈ തുറമുഖം തിരിച്ചു കിട്ടുകയുള്ളൂ. അതുവരെ അദാനി കോടികൾ ഉണ്ടാക്കുന്നു. സംശയം എന്താണ്? അവിടെ ആരും തർക്കിക്കുന്നില്ല. അതിൻ്റെ വകുപ്പ് ഉണ്ടാക്കി വെച്ച ആരാണ്? ക്ലോസ്. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. അപ്പം തിരിച്ച് ഞങ്ങൾ ചെറിയാനോട് ചോദിക്കട്ടെ ഒരു ചോദ്യം. അതിൽ ചെറിയാൻ ഉത്തരം പറയുക. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ, ഇതൊരു പ്രധാന ചോദ്യമാണ് ചെറിയാനോട്, ഉമ്മൻചാണ്ടി സർക്കാർ അദാനിക്ക് വളരെ അനുകൂലമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് ഒരു കരാർ ഉണ്ടാക്കിയതിന് എത്ര തൊട്ടു കിട്ടി? തിരിച്ചും ചോദിച്ചൂടെ? ഇപ്പം കടന്നപ്പള്ളിയെ മാറ്റിയത് അദാനിയുടെ പൈസയ്ക്ക് മോഹിച്ചിട്ടാണ്, പണശക്തിക്ക് മുന്നിൽ കീഴടങ്ങിയാണെന്ന് പറയുന്ന ചെറിയാൻ ഫിലിപ്പ്, ആ ഫിലിപ്പുമാരോട്, ആ ചെറിയാന്മാരോട്, ആ കോൺഗ്രസ്സുകാരോട് തിരിച്ചിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തുത്തരം പറയും? കാരണം വിഴിഞ്ഞ പദ്ധതിയിൽ ആദ്യ മദർഷിപ്പ് അവിടെ ക്രെയിനുമായിട്ട് വന്നപ്പോൾ അവകാശവാദം ഉന്നയിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞത്തിന്റെ പിതാവ്, ഉമ്മൻചാണ്ടിയാണ് കരാറുണ്ടാക്കിയത്, പിണറായി വിജയൻ അത് നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കൊട്ടിഘോഷിച്ച കോൺഗ്രസ്സുകാരോടും ചൊറിയാന്മാരോടും ഞങ്ങൾ ചോദിക്കുകയാണ്. തിരിച്ച് ഈ ചോദ്യത്തിന് മറുപടി വേണ്ടേ? എത്ര കിട്ടി ഉമ്മൻചാണ്ടിക്ക് ഈ അദാനിക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കരാറുണ്ടാക്കിയതിന്? ചെറിയാൻ ഫിലിപ്പിന്റെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ, തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി അവിടെയും ഒന്നും ആകാൻ പറ്റുന്നില്ല. ഒരു ചൊല്ലുണ്ട്, കിഴക്കൂന്ന് വന്നതും പോയി, ഒറ്റാലിൽ കിടന്നതും പോയി. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഒരാള് ഒറ്റാലിൽ മീനെ, നല്ല വരാലിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്.
അപ്പോഴാ കിഴക്കൂന്ന് വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ ഒരു വലിയ വരാൽ ഒഴുകി വരുന്നു. ഈ വരാൽ ചെറുതായി ഉള്ളത് ഇതിലുള്ളത് ഒറ്റാലിൽ. അപ്പം ഈ ഒറ്റാലിലെ ഈ ചെറിയ വരാലിനെ വിട്ടിട്ട് മറ്റേ വലുതിനെ പിടിക്കാൻ നോക്കി. വലുത് മറ്റേ വഴിയെങ്കിലും പോയി, ഇവിടെ കിടന്നത് വേറെ വഴിയും പോയി. ഇതാണ് ചെറിയാമ്പലിപ്പിന് പറ്റിയ അബദ്ധം. നല്ല ഒന്നാന്തരം സുഖസൗകര്യത്തോടെ എല്ലാ സൗകര്യമുള്ള ഒരു ഓഫീസ്, സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിന് തൊട്ടു താഴെ ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പുള്ള ഒരു ഓഫീസിൻ്റെ തലപ്പത്ത് അവിടെ ആർദ്രം പദ്ധതികളുടെയൊക്കെ അല്ല നവകേരളത്തിൻ്റെയൊക്കെ വലിയ ആളായിട്ട് അവിടെ ഇരുന്നിട്ട് സർക്കാർ ശമ്പളവും പറ്റി, പാർട്ടിയുടെ ആനുകൂല്യങ്ങളെല്ലാം പറ്റി, AK സെൻ്ററിലെ പ്രധാന സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഇരുന്ന ഒരു മാന്യൻ ആ വരാലിനെ കളഞ്ഞിട്ട് മറ്റേ വരാലിനെ പിടിക്കാൻ പോയിരിക്കുക. അതും പോയി ഇതും പോയി. അതാണ് ചെറിയാമ്പലിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം പോയത് എന്താണ്? അദ്ദേഹത്തിൻ്റെ രാജ്യസഭ സീറ്റ് കൊടുത്തില്ല അത്രേ. അദ്ദേഹത്തിൻ്റെ രാജ്യസഭ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതിന് പകരം ജോൺ ബ്രിട്ടാസാണ് രാജ്യസഭ MP ആയത് CPM ന്ന്. ജോൺ ബ്രിട്ടാസ് ലോക്സഭയിൽ ഓരോ വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന രീതികൾ, വിഷയം പഠിച്ചവതരിപ്പിക്കുന്നത് നമ്മളൊന്ന് കാണണം. ജോൺ ബ്രിട്ടാസ് ലോക്സഭയിലല്ല, രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് വിഷയങ്ങൾ പഠിച്ച് എത്ര മനോഹരമായിട്ട് കുറിക്കുകൊള്ളുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിന് വേണ്ടിയും മതേതര ശക്തികളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി. അപ്പം ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ രാജ്യസഭ നിശ്ചലമാകുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന് വരെ ചെറിയാമ്പലിപ്പ് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇത്തരം വേദികൾ രാജ്യസഭയായാലും ലോക്സഭയായാലും നിയമസഭയായാലും ഇത്തരം വേദികൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകളാണ്. അവിടെ ഇടപെടാൻ കഴിയണം. അല്ലാതെ ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ ഒരു മൂലയ്ക്ക് പോയി മിണ്ടാണ്ട് 5 കൊല്ലം അല്ലെ 6 കൊല്ലം രാജ്യസഭയിൽ ഇരുന്നിട്ട് വരുന്ന പരിപാടിയല്ലേ. പിന്നെ പൂർവ കാര്യങ്ങൾ നേരത്തെ നടന്നത്, അതിലും ഒരു പ്രധാന കാർമ്മികൻ ചെറിയാമ്പലിപ്പായിരുന്നു. അദ്ദേഹം പിന്നീട് അത് തുറന്നെഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട് CPM ചെയിലിലേക്ക് വന്നതിന് ശേഷം. എല്ലാവർക്കും അറിയാം, ചാരക്കേസ് കുത്തിപ്പൊക്കി കൽപ്പിത കഥകളുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ കാർമ്മികത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് ഒരു വീട് തന്നെ വലിയ ഓഫീസാക്കി കർണാടകനെ പുറത്താക്കാനുള്ള ഗൂഢസംഘത്തിൻ്റെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചു. അതിൻ്റെ പ്രധാനി എന്ന് പറയുന്നത് ചെറിയാമ്പലിപ്പായിരുന്നു. സൂത്രധാരൻ ഉമ്മൻചാണ്ടിയായിരുന്നു. അങ്ങനെ കരുണാകരനെ ചാരക്കേസിന്റെ പേരിൽ താഴെയിറക്കി. ഇതൊക്കെ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾ പറയുന്നതല്ല. ചെറിയാമ്പലിപ്പ് തന്നെ എഴുതിയതാണ്, വിളിച്ചു പറഞ്ഞതാണ്. അപ്പൊ കള്ളവാൻ വഴിയില്ലല്ലോ. ആ ചെറിയാനാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടു എന്ന് തെളിയിക്കാൻ ഇങ്ങനെ ഓരോരോ വിദണ്ഡവാദങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി പോയി എന്ന് ചെറിയാനിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് കോൺഗ്രസിലേക്ക് പോകണമായിരുന്നു എന്നിപ്പോൾ 2 വട്ടം ആലോചിക്കുന്നുണ്ടാവും, 3 വട്ടം. കാരണം പോയിട്ട് എന്ത് കിട്ടി? ഒരു ബുദ്ധിജീവിയാകാൻ പറ്റിയോ കോൺഗ്രസ് തിരിച്ചു പോയിട്ട്? കാരണം കോൺഗ്രസിന് ബുദ്ധിജീവികളെ വേണ്ടല്ലോ. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ബുദ്ധിജീവിയാവാനാണ്? ഇപ്പം ഇതേ കയറി പിടിച്ചിരിക്കുക വിഴിഞ്ഞം. ഇനി ഇതൊരു മാപ്ര ചർച്ചകളിലേക്ക് ഇതിനെ എങ്ങനെ എത്തിക്കുക? അതായത് കടന്നപ്പള്ളിയിൽ നിന്നും തുറമുഖ വകുപ്പ് മാറ്റിയെന്ന് ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചു. അത് വൻ അഴിമതിക്ക് വേണ്ടിയാണ്, അദാനിയുമായിട്ട് ഉള്ള ഒത്തുകളിയാണ്. ഇനി മാപ്രകൾ റിപ്പോർട്ടിങ്ങും പിന്നെ മാധ്യമ ജഡ്ജിമാർ അന്ത്യചർച്ചയുമായിട്ട് രംഗത്ത് വരും. ഇനി കുറേ നാളത്തേക്ക് അത് നമുക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ജനങ്ങൾ ഇതൊക്കെ ഒരു വിലയുമില്ലാതെ പുച്ഛിച്ച് തള്ളുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾ പറയുന്ന പലതും സത്യമല്ലെന്ന് ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വിഴിഞ്ഞത്തിൻ്റെ പേരിൽ എന്തു കുത്തിത്തിരിപ്പിന് നിങ്ങൾ ശ്രമിച്ചാലും നടക്കില്ല. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞതാണ്. അത് അദാനിക്ക് പിന്നെ തീറെഴുതി തന്നെ കൊടുത്തു എന്നുള്ളത് ആരും സമ്മതിക്കും? കൊടുത്ത ആരാണ്? പിണറായി വിജയനാണ്, LDF ആണോ, CPM ആണോ? കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യാതെ ഇത് കരാർ റദ്ദാക്കുക എന്നാണ്. റദ്ദാക്കിയാലോ കേരളം പിന്നെയും എത്ര പിന്നോട്ടടിക്കും വികസനത്തിന്? കേരളം മാത്രമല്ല, ഇന്ത്യയുടെ കൂടെ പ്രതീക്ഷയാണ് വിഴിഞ്ഞം.
അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധി ഇതിനകത്ത് CPM-ഉം ഇടതുപക്ഷവും കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറന്നുപോകരുത്. അല്ലാതെ വെറുതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മാതിരി താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന ഈ രീതി ചെറിയാൻ വെറും ചൊറിയാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഘട്ടമാണ്. അത് ചെറിയാൻ തന്നെ സ്വയം വിലയിരുത്തുക.